നമസ്കാരം സാർ. സാർ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കേരളത്തിന് വേണ്ടിയിട്ട് വലിയൊരു വികസന പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായിട്ട് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. ഒന്നാം പേജിൽ ലീഡ് ന്യൂസാണ്. അതായത് നമ്മുടെ മംഗലാപുരം തൊട്ട് ഷൊർണൂർ വരെയും കോയമ്പത്തൂർ തൊട്ട് ഷൊർണൂർ വരെയും ഷൊർണൂരിൽ നിന്ന് എറണാകുളം വഴി തിരുവനന്തപുരത്തേക്കും കന്യാകുമാരിക്കും പാതകൾ 3ഉം 4ഉം പാതകളുടെ സർവേ, അതുപോലെ ആലപ്പുഴ വഴിയുള്ള പാതയുടെ ഇരട്ടിപ്പ്, ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഇടതുപക്ഷത്തു നിന്ന് രാജ്യസഭയിലേക്ക് പിൻവാതിലിലൂടെ കയറിക്കൂടിയ ഒരു MP ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജോൺ ബ്രിട്ടാസ് എന്നാണ്. അദ്ദേഹം ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ് സാർ ഈ മാതൃഭൂമിയിലെ വാർത്ത? റെയിൽവേയെ സംബന്ധിച്ച് നേരത്തെയും നമ്മൾ കേട്ടതാണ്, ബജറ്റിലടക്കം അതിനെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ഇടതുപക്ഷ രാജ്യസഭാ MP, അദ്ദേഹം ജനങ്ങളുടെ വോട്ട് കിട്ടി ജയിച്ചു വന്നയാളല്ല, പ്രേമേന്ദ്രനെ പോലെയോ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ സാറിനെ പോലെയോ ഒന്നും ജയിച്ചു വന്ന ഒരാളല്ല. പക്ഷെ എന്നിട്ടും ഈ ജോൺ ബ്രിട്ടാസ് MP എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നിഷേധാത്മക സമീപനം ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത്? ഇത് ശരിയാണ്? അല്ല, അതിനകത്ത് 2-3 വശമുണ്ട്. അതിനകത്ത് ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മുടെ റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ച 7 പദ്ധതികളാണ്. ഞാൻ ആ വളരെ ചുരുക്കത്തിൽ എന്ന് പറയാം. മംഗലൂരു ലൈന്, കോയമ്പത്തൂർ ലൈന്, എറണാകുളം കായംകുളം തിരുവനന്തപുരം നാഗർകോവിൽ, തുറവൂർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ വഴിയുള്ള റെയിൽവേ സർവീസും, പഴയ കോട്ടയം പാതയും നാഗർകോവിൽ വരെ 180 കിലോമീറ്റർ വേഗത്തിൽ എത്തക്ക വിധത്തിൽ പുതിയ വളവുകൾ നിവർത്തി പുതിയൊരു സംവിധാനമാണ് റെയിൽവേ വിഷ്വലൈസ് ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ റെയിൽവേയിലെ ഒരു പദ്ധതി നമ്മുടെ ഗ്രാമപ്രദേശത്തിൽ റോഡ് ടാർ ചെയ്യുന്നത് പോലോ വഴി വെട്ടുന്ന പോലെ പെട്ടെന്ന് വരാൻ പറ്റില്ല. 180 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ സഞ്ചരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി ഒരു പ്രോജക്റ്റ് കൊടുത്തെങ്കിൽ മതിയാവുള്ളൂ. ട്രെയിനിങ്ങിന്റെ എത്ര ഡിഗ്രിയിലാണ് ട്രെയിനിങ് വരുന്നത്, കർവ് വരുന്നത് എന്നതുപോലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 200 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ട്രെയിൻ ഓടേണ്ടത്. 180 കിലോമീറ്റർ ചെയ്യുകയല്ല ചെയ്യുന്നത്. 200, 210, 230 കിലോമീറ്റർ വേഗത്തിൽ വരെ ട്രെയിൻ ഓടിച്ച് നോക്കിയിട്ടാണ് 180 കിലോമീറ്റർ അല്ല. നമുക്കറിയാമല്ലോ റെയിൽവേയുടെ. അപ്പൊ റെയിൽവേ വിശദമായി പഠിച്ചിട്ട് മാത്രമേ ഒരു DPR തയ്യാറാക്കുകയുള്ളൂ. സമയം വേണം. പക്ഷേ ഞാൻ ഇതിനകത്തൊരു പ്രതീക്ഷ കാണുന്നത്, പണ്ടും സർവേകൾ നടന്നിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം അവർ സർവേക്ക് പണം മുടക്കുന്നുണ്ടെങ്കിൽ ആ സർവേ റിപ്പോർട്ടിൽ ഫീസിബിളായിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും നടപ്പിലാക്കിയ പാരമ്പര്യം ഗവൺമെന്റിനാണ്. ജനങ്ങളെ കബളിപ്പിക്കാൻ സർവേ നടത്തുന്ന പാരമ്പര്യം അവർക്കില്ല, ഈ ഗവൺമെന്റിനില്ല. എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആ പ്രഖ്യാപനങ്ങളൊക്കെ നരേന്ദ്രമോദി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് പ്രഖ്യാപനം ആക്കാതെ പോയത്? അവരെന്തെല്ലാം വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സർവേ റിപ്പോർട്ട്, ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, റെയിൽവേ മന്ത്രാലയം 7 അതിവേഗ പാതകളുടെ സർവേ തയ്യാറാക്കാൻ തീരുമാനിച്ചു. പറയുന്നത് ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ സർവേ നടത്തുന്നതിനെ കുറിച്ചുള്ള ചോദ്യം എന്താ ചോദിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് മറുപടിയാ കിട്ടാതെ പോയതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ലോക്സഭയിലെ പ്രസംഗങ്ങള് ഞാൻ കൃത്യമായിട്ട് ഒരാളാണ്. അപ്പം NK പ്രേമചന്ദ്രനാണ് ലോക്സഭയിൽ പ്രസംഗിക്കുന്നതെങ്കിൽ അദ്ദേഹം കൃത്യമായി പറയുള്ളൂ. അല്ല മന്ത്രിയെ ചെറുതാക്കുക, താനൊരു മഹാനാണ് എന്ന് തെളിയിക്കുക എന്നൊരു അജണ്ട പ്രേമചന്ദ്രനില്ല. രാജ്യത്ത് വികസന പ്രവർത്തനം നടത്തണം, അവിടെ വീഴ്ചകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ശൈലി. അതുകൊണ്ട് മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന, അദ്ദേഹം വെക്കുന്ന കണക്കുകളെ
മുന്നോട്ട് വയ്ക്കുന്ന ഫാക്ട്സ് അത് പെട്ടെന്ന് പിന്നെ നിഷേധിക്കാത്ര. അപ്പൊ അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എം പിമാർക്ക് രാജ്യസഭയിലായാലും ശരി ലോക്സഭയിൽ മന്ത്രിമാരുടെ പ്രത്യേക പരിഗണനയും ആദരവും കിട്ടും. അതാണ് പ്രേമചന്ദ്രന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ആണെങ്കിൽ അദ്ദേഹം സംസാരിക്കുമ്പോഴും വളരെ മനോഹരമായ ശൈലിയിൽ കൃത്യമായി കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കും, അദ്ദേഹം കാര്യങ്ങൾ പറയുകയും ചെയ്യും. ജോൺ ബ്രിട്ടാസിന്റെ ലോക്സഭയിലെ പ്രസംഗങ്ങൾ ഞാൻ പലതും കേട്ടിട്ടുണ്ട്. അതൊരു 4-ാം തരം പ്രസംഗത്തിനപ്പുറം എന്തെങ്കിലും ഫാക്ട്സ് ഇന്ന് വരെ ജോൺ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പഠിച്ച് ഒരു വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ഉണ്ടാകും. ഞാൻ എന്റെ ശ്രദ്ധയപ്പെട്ട കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആര്യ സൂചിപ്പിച്ചതുപോലെ ഒരു പിൻവാതിലൂടെ പലരുടെയും സീനിയോറിറ്റി മറികടന്ന് വന്ന ബ്രിട്ടാസ് താൻ ഇവിടെ ഉണ്ടെന്നും സാന്നിധ്യം മലയാളത്തിൽ അറിയണമെന്നുള്ള ആഗ്രഹത്തിൽ നടത്തുന്ന ചില ഗിമിക്സുകൾക്കപ്പുറം ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ആ വിഷയത്തെ മറ്റൊരു വശത്തിലാണ്. പത്രം ഞാൻ 10 രൂപ കൊടുത്തിട്ടാണ് ഈ പത്രം വാങ്ങിക്കുന്നത്. ഈ പത്രത്തിനോട് ഇഷ്ടം കൊണ്ടല്ല. ഇത്തരം ചില പരിപാടികൾ ചെയ്യുമ്പോൾ മനോരമയിലും മാതൃഭൂമിയിലും കൗമുദിയും അടക്കമുള്ള പത്രങ്ങളിൽ വന്ന വാർത്തകൾ വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജോലിയുമായിട്ട് പത്രം വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പത്രം വരുത്തുകയില്ല. മാതൃഭൂമി പത്രത്തില് അതിന്റെ പ്രാധാന്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വളരെ പ്രധാനപ്പെട്ട കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സംസ്ഥാനത്ത് 7 റെയിൽവേ പാതകൾക്ക് സർവേ അനുമതി ഇതാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി. അശ്വിനി വൈഷ്ണവ് നടത്തിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് തന്നെ അതിനെ കൗണ്ടർ ചെയ്യത്തക്ക ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വ്യക്തതയോ ഉറപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ ആദ്യം 7 പദ്ധതികളുടെ സർവേ റെയിൽവേ മന്ത്രാലയം നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിയല്ലോ എന്ന് തോന്നുന്ന വായനക്കാരന്റെ മനസ്സിലേക്ക് ഒരു ശകലം വെട്ടിത്തിരിക്കാൻ വ്യക്തതയോ ഉറപ്പില്ല എന്ന് ഈ ബ്രിട്ടാസിനെ പോലെ കാര്യങ്ങൾ പഠിച്ച് പറയാത്ത ഉപരിപ്ലവമായി കാര്യം കാണുന്ന ഒരു എം പിയുടെ സ്റ്റേറ്റ്മെന്റിന് പ്രാധാന്യം കൊടുക്കാൻ മാതൃഭൂമിയെ പ്രേരിപ്പിച്ച എന്താണെന്ന് എനിക്ക് മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ ചരിത്രം നമുക്കറിയാവുന്ന കാര്യമാണ്. അതെ അതെ അതെ. വളരെ ചെറുപ്പത്തിൽ തൊട്ട് മാതൃഭൂമി വായിക്കുന്ന ആളാണ്. അത് പണ്ടാരോ പറഞ്ഞ പോലെ ഒരു പത്രം അധപ്പതിച്ചാൽ രണ്ടാമത്തെ താഴോട്ട് പോകുന്നത് മഞ്ഞപ്പത്രമാണ്. മഞ്ഞപ്പത്രം അധപ്പതിച്ചാൽ പിന്നെ താഴെ പോകുന്നത് മനോരമയും മാതൃഭൂമിയുമാണ്. അതാണ് കേരളത്തിൽ കുറെ കാലമായിട്ട് കണ്ടു. ഇവരിപ്പോൾ 2 പത്രാധിപന്മാരാണ് മാമൻ മാത്യുവും ശ്രേയാംസ് കുമാറും. ശ്രേയാംസ് കുമാറിന്റെ ചിത്രം നമ്മുടെ ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്ന പോലെ എന്റെ മുഖം, എന്റെ ഫുൾ ഫിഗർ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ശ്രേയാംസ് കുമാറിന്റെ നേരത്തെ വീരേന്ദ്രകുമാറിന്റെ മുഖവും ഫുൾ ഫിഗറുമായിരുന്നു. ഇപ്പൊ ശ്രേയാംസ് കുമാറിന്റെ മുഖവും ഫുൾ ഫിഗറും. അതാണ് മാതൃഭൂമിയിൽ വന്ന ഒരു വ്യത്യാസം. മാതൃഭൂമി പത്രാധിപരുടെ സ്വന്തം പാർട്ടിക്ക് ഉപയോഗിച്ച് പരസ്യം ചെയ്യുക അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്ന പത്രത്തിൽ പത്രാധിപരുടെ ചിത്രം പല തരത്തിലും നിറത്തിലും അച്ചടിച്ച് വരുന്നത് ഏതെങ്കിലും പത്രത്തിലാണ്. ഇന്നത്തെ ഒരു സ്റ്റൈല്. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് 10 രൂപ മുടക്കി വായിക്കേണ്ട ഒരു ഗതികേട് വന്നുകൊണ്ട് നോക്കുകയാണ്. എന്താണ് മാതൃഭൂമിയെ പ്രേരിപ്പിച്ചത്? ഈ ബ്രിട്ടാസിന്റെ സ്റ്റേറ്റ്മെന്റിന് ഒരു കഴിവില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ്. നമുക്കത് മനസ്സിലാക്കാം. ഒരു കഴിവില്ലാത്തൊരു. അവിടെ ഒരു ചെറിയ ചോദ്യമുണ്ട് സാർ. മറ്റൊന്നുമല്ല, ഈ നമ്മുടെ കേരളത്തിൽ ഒരു സിൽവർ ലൈൻ, ഒരു സെമി ഹൈ സ്പീഡ് അർദ്ധ അതിവേഗ പാത അതിങ്ങനെ വരികയും അതിന് കുറ്റി സ്ഥലം ഏറ്റെടുത്ത് കൈമാറാൻ വേണ്ടിയിട്ട് കുറ്റി ഇടുകയും ഒക്കെ ചെയ്തു. ആ കുറ്റികളെല്ലാം പിഴുത് ജനം തോട്ടിക്കളഞ്ഞു, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും ആ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നത്. അന്ന് തന്നെ ഈ ജപ്പാന്റെ ടെക്നോളജി, കാലഹരണപ്പെട്ട ഒരു ടെക്നോളജി, സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ ഈ ഒരു ജപ്പാൻ കമ്പനിയുമായിട്ട് ചേർന്ന് ഒരു ബാങ്കിൽ നിന്ന് വായ്പ ഏതാണ്ട് 1.25 ലക്ഷം കോടിയാണ് ആ പ്രോജക്റ്റിന് മൊത്തത്തിൽ വേണ്ടി വരുന്നത്. അന്ന് തീർക്കാൻ ഏതാണ്ട് 10-20 വർഷം എടുക്കും ആ പദ്ധതി. എന്തായാലും അതുമായി മുന്നോട്ട് പോയി അന്ന് വലിയ ശക്തമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു. സിംഗപ്പൂർ ബേസ്ഡ് ഒരു കമ്പനിയുമായിട്ട് ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്, അവരാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ആരോപണങ്ങൾ ഉയർന്നത്. അന്ന് ഇതിൽ നിന്നൊരു വലിയ കമ്മീഷൻ CPM-ന് കിട്ടുമെന്നും CPM അത് ഉപയോഗിച്ച്, ഭരിക്കുന്നത് CPM ആണല്ലോ, നേതൃത്വം കൊടുക്കുന്നത് LDF-ന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് ദേശീയ തലത്തിൽ
ചില മാധ്യമ സംരംഭങ്ങൾ തുടങ്ങാൻ CPM ആലോചിക്കുന്നു എന്നൊക്കെ ആയിരുന്നു അന്ന് ഉയർന്ന ആക്ഷേപം. സത്യത്തിൽ അത് നടക്കാതെ പോയതിന്റെ ഒരു ചുരുക്കാണോ ഈ ബ്രിട്ടാസ് ഇവിടെ തീർക്കുന്നത്? അല്ല, അതിനകത്ത് ഈ സിൽവർ ലൈൻ പദ്ധതി ഒരിക്കലും കേരളത്തിന് പ്രായോഗികമായ പദ്ധതിയല്ല. പലമായ വെള്ളക്കെട്ടുണ്ടാകും. പിന്നെ ഈ സിൽവർ ലൈൻ പദ്ധതി വന്നുകൊണ്ട് നിലവിലുള്ള റെയിൽവേ ലൈനിൽ കൂടി ഇച്ചിരി വേഗത്തിൽ ഒരു ട്രെയിൻ ഓടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭാരത് വരുന്നു, നമ്മുടെ NH-66 വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള റെയിൽവേ ലൈനെ കണക്ട് ചെയ്ത് കുറച്ചുകൂടെ വേഗത്തിൽ ഒരു ട്രെയിൻ ഓടിക്കാൻ വേണ്ടി 1.25 ലക്ഷം കോടി രൂപ മുടക്കി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി നടപ്പിലാക്കാൻ തീരുമാനിക്കണമെങ്കിൽ, അങ്ങനെ തീരുമാനിക്കാൻ ഇത്തരം ഒരു ആലോചന കൊണ്ടുവന്നവരുടെ തല പരിശോധിക്കണം. അത് ഞാൻ പിന്നെ ടൈം എടുത്ത് തന്നെ പറഞ്ഞതാണ്. ഒരു ആര്യം ഒന്ന് മനസ്സിലാക്കൂ, ഈ പ്രദേശത്തിന് പുതിയ അതായത് റെയിൽവേ കണക്ടിവിറ്റി കിട്ടുന്നുണ്ടോ? ഒരു പ്രദേശത്തിന് പുതിയ റെയിൽവേ കണക്ടിവിറ്റി കിട്ടുന്നില്ല. അപ്പൊ കേരളത്തിൽ ലൈൻ തീരദേശത്തുണ്ട്, ആലപ്പുഴ വഴിയുണ്ട്, ഇടനാടിലൂടെ കോട്ടയം വഴിയുണ്ട്. ഇനി നമുക്ക് മലനാടിലൂടെയാണ് വേണ്ടത്, മലമ്പ്രദേശത്തൂടെയാണ് വേണ്ടത്. ട്രെയിൻ സൗകര്യങ്ങൾ ഇല്ലാത്ത മലപ്പുറത്തെ ഉൾനാടൻ പ്രദേശങ്ങളും വയനാടും അതുപോലെ തന്നെ പത്തനംതിട്ട ഈ ജില്ലകളിലെ മലയോര പ്രദേശങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു മലയോര റെയിൽവേ ലൈൻ വന്നിരുന്നു എങ്കിൽ ഇതിന്റെ ചെലവ് പോലും ഇല്ല, നമുക്കത് പൂർത്തിയാക്കാമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴേ കേരളത്തിന്റെ ഇടനാടിലും മലനാടിലും തീരപ്രദേശത്തും റെയിൽവേ കണക്ടിവിറ്റി വരുമായിരുന്നു. നമ്മുടെ ടൂറിസം ഒരുപാട് വികസിക്കുമായിരുന്നു. പക്ഷെ 1.25 ലക്ഷം കോടി രൂപയുടെ കമ്മീഷനാണ് ലക്ഷ്യമെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. കമ്മീഷനകത്ത് ഒരു അത്ഭുതമില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ എന്താ കേൾക്കുന്നത്? ഗാനമേളയ്ക്ക് ഗ്രൂപ്പുകാരനെ പറയുന്നു, ഞാൻ അവിടെ വന്നിട്ടില്ല, പാടിയിട്ടില്ലെന്ന്. അതിന് കാശ് എഴുതി വാങ്ങിച്ചു. അത് ചെറിയ തുകയൊന്നുമല്ല. അല്ല, കിടക്കാൻ കട്ടില് 1 ലക്ഷം രൂപയുടെ കട്ടിലെ കിടക്കുന്ന മെത്ത വാങ്ങിയ 1 ലക്ഷം രൂപ ഒരു നേതാവിന് കിടക്കാൻ കട്ടില് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴത്തെ ഒരു ഭരണ സംവിധാനവും ഈ കമ്മീഷൻ വീതം വയ്പും കൂടെ നോക്കുമ്പോൾ ഈ ബ്രിട്ടാസിന്റെ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് അത്ഭുതമില്ല. ഒരുപക്ഷെ അദ്ദേഹം രോഷം കൊണ്ടതിലും എനിക്ക് അത്ഭുതമില്ല. ബ്രിട്ടാസിന്റെ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ആ അച്ചടിച്ച കടലാസിന്റെ വില പോലും കൊടുക്കുന്നില്ല. അത്തരം ഗൗരവമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല, കഴിയുമില്ല. അതിനുള്ള അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടോ അതിനുള്ള കഴിവോ കപ്പാസിറ്റിയോ ഉള്ള ഒരാളല്ല. അത് അദ്ദേഹം പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരാളല്ല. അതാ പറഞ്ഞത്, പ്രേമചന്ദ്രനെ പോലോ ശശിധരനെ പോലെ മനോഹരമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാനുള്ള ഒരു കഴിവോ പ്രാപ്തിയോ ബ്രിട്ടാസിനില്ല. ബ്രിട്ടാസ് വലിയ പിന്നെ ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ബ്രിട്ടാസിന്റെ പ്രത്യേകത സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്നതാണ് ഒരു MP യോഗ്യതയെങ്കിൽ ഇവരൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ട് ബാംഗ്ലൂരിലെ ഓട്ടോറിക്ഷക്കാർ ഇംഗ്ലീഷ് സംസാരിക്കും. വർക്കല ബീച്ചിൽ പോയാല് അവിടെ നിൽക്കുന്ന ടൂറിസ്റ്റ് ഗൈഡുകള് വളരെ പൊയറ്റിക്കലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, മനോഹരമായിട്ട് സംസാരിക്കും. ഇംഗ്ലീഷിലെടുത്ത് സംസാരിക്കുന്നു എന്നുള്ളത് അതൊരു ഭാഷയിൽ അയാൾ നേടിയ ഒരു കഴിവെന്നുള്ളതിനപ്പുറം അതയാളുടെ ബുദ്ധിയും പ്രാപ്തിയും ഒന്നും കാണിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ അവിടെ പറയുന്ന കണ്ടന്റ് എന്താണ്? ഇംഗ്ലീഷിൽ ഈ മനുഷ്യൻ പറഞ്ഞു, ഓക്കെ, ഇംഗ്ലീഷിൽ എന്താണ് പറഞ്ഞത്? ഇംഗ്ലീഷിൽ പറയുന്നത് കേൾക്കുമ്പോൾ മലയാളികള് സഖാക്കൾക്കൊക്കെ രോമാഞ്ചം വരും. ഇംഗ്ലീഷിൽ പറയുന്നത്, ഇംഗ്ലീഷ് എന്താ പറഞ്ഞാലും മിറ്റിത്തോ ഇംഗ്ലീഷിൽ പറഞ്ഞുകൂടെ? ആന മണ്ടത്തരങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞുകൂടെ? ബുദ്ധിപരമായ കാര്യമൊന്നും അല്ലല്ലോ നടക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ മഹാനാകുന്നില്ല. എനിക്ക് മാതൃഭൂമി പത്രാധിപരോടുള്ള അഭിപ്രായ വ്യത്യാസം, ഈ വാർത്തയുടെ ശോഭ കെടുത്താൻ ഇപ്പുറത്ത് ബ്രിട്ടാസിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിനകത്ത് മാതൃഭൂമി കാണിച്ച പതിവ് പോലെ മാതൃഭൂമി കാണിച്ചുകൊണ്ടിരിക്കുന്ന 4ാം തരം നെറികേടുകളുടെ ഒരു ഭാഗമാണിത്. അത് കൊടുക്കാമായിരുന്നു, ഉള്ളിൽ കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ച ഒരാൾ പറയുകയായിരുന്നെങ്കിൽ അത് കൊടുക്കാം. തീർച്ചയായിട്ടും സർവേ റിപ്പോർട്ടിനകത്ത് എന്തെല്ലാം പാളിച്ചകളുണ്ടല്ലേ, സർവേ റിപ്പോർട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇതൊക്കെയല്ലേ പറയേണ്ടത്. അതെ, ഒന്നും നടക്കത്തില്ലെന്ന് പറയാൻ തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞാലെന്താ, തെലുങ്കിൽ പറഞ്ഞാലെന്താ, നടക്കത്തില്ലെന്ന് ചുമ്മാ ഒരാളൊന്നും പറഞ്ഞു പോകും. എനിക്ക് അതിനോടൊരു മാതൃഭൂമിയോട് എനിക്ക് സഹതാപം പണ്ടുണ്ട്, സഹതാപം കൂടി അവനെ വർദ്ധിച്ചു. അല്ലാതെ എന്തായാലും സാർ, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ആ സർവേ റിപ്പോർട്ട് ഒന്ന് വരട്ടെ. സർവേ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിന്റെ അടിസ്ഥാനത്തിൽ DPR തയ്യാറാക്കുകയുള്ളൂ. അപ്പോഴാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഇതിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടത് അപ്പോഴാണ്. അല്ലാതെ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അതിനെ നശിപ്പിക്കാൻ, അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവിനാണെങ്കിലും അത് ഭൂഷണമല്ല.
പിന്നെ അത് അച്ചടിക്കാൻ സ്ഥലവും സമയവും മെനക്കെടുത്തുന്ന മാതൃഭൂമി പോലെയുള്ള പത്രങ്ങൾക്കും അത് നല്ലതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പറയണം സാർ. അല്ലേ പറയുന്നത്, കോഴഞ്ചേരിയിലുള്ള ഒരു പുരോഹിതൻ തീരത്തൂടെ ചെങ്ങന്നൂരിനെ പമ്പയിലൂടെ അങ്ങ് ശബരിമല വരെ കണക്ട് ചെയ്യുന്ന 1 സെന്റ് സ്ഥലം പോലും ഗവൺമെന്റ് ഏറ്റെടുക്കാതെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു റെയിൽവേ ലൈനിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു പുരോഹിതനാണ്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ടാണ് ആ പ്രോജക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ്. എവിടെയൊക്കെ വേണം, എങ്ങനെയാണ് ഈ ലൈൻ വലിക്കേണ്ടത്. ഈ പമ്പയുടെ തീരത്തൂടെ തന്നെ പോവാണ്. വളരെ വലിയൊരു യാത്രാ അനുഭവമായിരിക്കും. അങ്ങനെ ഒരു റെയിൽവേ ലൈനിൽ ഒരു പുരോഹിതൻ തയ്യാറാക്കിയിരിക്കുകയാണ്. ആ പുരോഹിതൻ തട്ടിച്ച് നോക്കുമ്പോഴേ നമ്മുടെ 20 MP-മാരും അദ്ദേഹത്തിന്റെ അടുത്തെങ്ങും എത്തുന്ന ആളുകളല്ല. ഇതിന് കഴിയുന്ന ആളുകൾ എന്തിനാ നമ്മുടെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ പോലും ഇതിന് പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇത്തരം നല്ല പ്രോജക്റ്റുകൾ ബുദ്ധിയും കഴിവുള്ള ആളുകൾ തയ്യാറാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും റെയിൽവേക്ക് കഴിയുന്നില്ല. ഇത് അദ്ദേഹം തയ്യാറാക്കിയതുകൊണ്ട് ഇനി റെയിൽവേയിലെ സർവേ വിദഗ്ധന്മാർ അതിനെ ചിലപ്പോൾ തള്ളിക്കളഞ്ഞേക്കാമായിരിക്കും. ചിന്തിക്കാനൊക്കെ ഉള്ളൂ. ചിന്തിക്കേണ്ട അവരാണല്ലോ. അവർ പറയുന്ന ചിന്തിക്കാൻ സാധ്യം. പക്ഷേ ഞാൻ പറഞ്ഞത് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഇദ്ദേഹത്തിന്റെ ഈ തയ്യാറാക്കിയ പ്രോജക്റ്റിനെ കുറിച്ചോ ഈ ഒരു ഫീസിബിലിറ്റിയെ കുറിച്ചോ ഏതെങ്കിലും ഒരാള് നമ്മുടെ പാർലമെന്റ് ചോദിച്ച് ഞാൻ കേട്ടില്ല. ഒരുപക്ഷെ ചോദിച്ചു കാണും. ഇല്ല, ആരും ചോദിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ആ സർവേ റിപ്പോർട്ട് വരട്ടെ. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.